അധ്യാപക ഭവനിൽ ഒരു SRG മീറ്റിംഗ് പ്രത്യേകത വിദ്യാർത്ഥികൾ നടക്കില്ല. ചിലപ്പോൾ അവിടെ ഉണ്ടാകുന്ന 2-3 ദിവസം കൊണ്ടായിരിക്കും നോട്ടി കൊടുക്കുകയുള്ളൂ. അപ്പോൾ അവിടെ SRG പോയിട്ടുള്ളവർക്ക് അറിയാം സമയം എന്ത് തോന്നുന്നു. നമ്മൾ വിദ്യാർത്ഥിയാണെങ്കിൽ 10 മണി തൊട്ട് 4 മണി വരെ സാർക്ക് SRGക്ക് റിലീസറൊക്കെ പോയിട്ടുണ്ടാവും. അതൊക്കെ പോയിട്ടുള്ളവരായി 10 മണിയോടെ 5 മണി വരെ ഒന്നുമില്ല. ചിലപ്പോൾ നമ്മൾ മൊഴിയെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ടൈം എടുക്കുന്നതെങ്കിൽ സമയപരിമിതമായി കിട്ടുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെളുപ്പാങ്കാലത്ത് വരെയൊക്കെ ഇരുന്ന് ചിലപ്പോൾ 10 മണി 2 മണി വെളുപ്പിന് 2-3 മണി വരെയൊക്കെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന അവസരം. അപ്പോൾ ഒരു ദിവസം വൈകിട്ട് പ്രോഗ്രാം ഞങ്ങൾ 10-10:30 ആയപ്പോഴത്തേക്കും അന്നത്തെ അതെല്ലാം ഒന്ന് റെഡിയായി. നമ്മളൊക്കെ ഒന്ന് വിളിച്ചു വന്നപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ അധ്യാപകൻ ഒരു ആൽബം നോക്കിയിട്ടുണ്ട്. ആൽബം ഇങ്ങനെ നടച്ചു കൊടുത്തു. സാറിൻ്റെ കണ്ണിൽ ഞാനടുത്ത് വെച്ച് സാധ്യതയുള്ളതായതുകൊണ്ട് ഞാനടുത്ത് വെച്ച് എന്താ സാറേ എന്ത് വരും. അപ്പോൾ സാറ് ഭയങ്കരമായിട്ടാണ് ഞാൻ ഇങ്ങനെ സാറിനെ ഈ ആൽബത്തിലോട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാറിനെ ഒന്ന് പേടിച്ചു. എന്തായാലും ആ ആൽബവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ സാറ് കരയുന്നത് എന്ന് കണ്ടുകൊണ്ട് ഈ ആൽബം മേടിച്ചിട്ട് ഞാനൊന്ന് വരച്ചു നോക്കിയപ്പോൾ അവിടെ ഒരു കുട്ടിയുടെ പടം, അതായത് കമന്ന് കിടക്കുന്ന ഉള്ള ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാൻ ചാമ്പലറ്റിൻ്റെ ഫോട്ടോ, പിന്നെ ഒരു 20, 23, 24 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ വിവിധ ഫോട്ടോകളാണ്. അതിനകത്ത് അവസാനമായിട്ടിരിക്കുന്നൊരു ഫോട്ടോ ഞാൻ ശ്രദ്ധിച്ചത് എൻഫീൽഡ് ബൈക്കിൻ്റെ മുകളിൽ നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ഇതിന് റൈഡ് ചെയ്യുന്നു. സാറാ സാർ എന്നോട് പറഞ്ഞു ഇതൊരു ഭയങ്കരമായിട്ടൊരു ഏങ്ങലടിച്ചു എന്നൊക്കെ തോന്നുന്നു. സാർ ഇത് എൻ്റെ മോനാണ്. മോനിപ്പോൾ എൻ്റെ മോനിപ്പോൾ ഇല്ല സാർ. ഭയങ്കരമായിട്ടൊക്കെ അറിയാം. ആദ്യം ഒരു മോനെ ഉള്ളൂ സാർ. ഭയങ്കരമായിട്ട് സാറ് പൊട്ടിക്കരയും. ഇതിൽ നമുക്ക് ഒരു പുരുഷൻ ഇങ്ങനെ പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആ രീതിയിൽ സാറ് ആകെയുള്ളൊരു മോനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു മോൻ എന്താ പറ്റിയത് സാറേ? അപ്പോൾ പറഞ്ഞു സാർ എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു. എൻ്റെയല്ല, എൻ്റെ കുടുംബത്തിൻ്റെ മാത്രമല്ല എൻ്റെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു. അവനെ പഠിച്ച എല്ലാ ക്ലാസ്സിലും പുറത്തായിരുന്നു. ഒരിക്കൽ പോലും ഒരു അധ്യാപകനോ എനിക്കോ അമ്മയ്ക്കോ ഒന്നും അവനെ വഴക്ക് പറയേണ്ടി വന്നിട്ടില്ല. അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടിയാണ്. ഒരു തവണ കേട്ടാൽ മനസ്സിലാവും. ഫസ്റ്റ് ചാൻസിൽ എഴുതി IIT-യിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടിയാണ്. IIT-യിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ IIT-യിലൊക്കെ മിടുക്കരായുള്ള കുട്ടികളെ ഡയറക്റ്റ് ISRO-കാരൊക്കെ ഒന്ന് അടിച്ചുകൊണ്ട് പോയി. എൻ്റെ ഒരു ബന്ധുവുണ്ട്. അപ്പോൾ അവന് 2 ലക്ഷം രൂപ ശമ്പളം. എൻ്റെ മോൻ MBBS പഠിക്കാൻ പോയിട്ട് 2 ലക്ഷത്തിൻ്റെ ശമ്പളം ഇതായിട്ടില്ല. PG കഴിഞ്ഞു. പക്ഷെ അവൻ IIT പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയ ഫൈനൽ ഇയർ ആയപ്പോഴത്തേക്കിന് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ISRO-ൽ കയറി 2 ലക്ഷം രൂപ ശമ്പളം. അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് IIT ഡയറക്റ്റ് റിപ്പീറ്റ് ഇല്ലാതെ അഡ്മിഷൻ എടുത്തത്. അപ്പോൾ IIT ചെന്നു ഇവിടെ അഡ്മിഷൻ എടുത്തു. അവൻ്റെ ഏറ്റവും വലിയ അംബീഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ലൈബ്രറീസ് അവൻ്റെ ഏറ്റവും വലിയ. +2 പാസ്സായപ്പോൾ 18 വയസ്സായപ്പോൾ സാർ അവനെ സൈക്കിളൊക്കെ നന്നായിട്ട് ഓടിക്കുകയൊക്കെ ചെയ്യും, ബൈക്കൊക്കെ എടുത്ത് ഓടിക്കുകയൊക്കെ ചെയ്യും. +2 പാസ്സായി 18 വയസ്സ് തിരഞ്ഞെടുന്ന് സാർ അവൻ പറഞ്ഞ ഒരു ബൈക്ക് വാങ്ങി. അയാമൂസ് അങ്ങനെ ഒരു ബൈക്കുണ്ട് സാർ. അവർക്ക് ആ ബൈക്കാണ്, ലക്ഷങ്ങളാണ് അതിൻ്റെ വില. അത് മേടിച്ചു കൊടുത്തു. അങ്ങനെ അവിടെ IIT കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ആ IIT-യിൽ അഡ്മിഷൻ കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ നമ്മുടെ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു സാർ അത്യാവശ്യമായി ഇവിടെ വരെ വരണം. സാറിൻ്റെ മോനത്തിരി പ്രശ്നങ്ങളൊക്കെയാണ്, കുറച്ച് മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നൊരു സംശയം. അതുകൊണ്ട് സാർ അത്യാവശ്യം ഇവിടെ വരണം. അത് സാറ് പറഞ്ഞു പ്രിൻസിപ്പാളോട്. സാധാരണ നമ്മുടെ ടീച്ചേഴ്സിന് അറിയാം, രക്ഷകർത്താക്കളുടെ അടുത്ത് നമ്മുടെ കുട്ടികളുടെ കാര്യം ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ സാറും അതുപോലെ പ്രതികരിച്ചു. ഒരിക്കലും എൻ്റെ മോൻ അങ്ങനെ ചെയ്യത്തില്ല, എൻ്റെ മോനായിരിക്കത്തില്ല, സാറിന് അബദ്ധം പറ്റിയതായിരിക്കും. അങ്ങനെ സാറ് അവിടെ ചെന്നപ്പോൾ ഇവരെ ക്ലാസ് ചെയ്തിട്ടില്ല, ഹോസ്റ്റലിലാണ്. 1.5 മാസം കൊണ്ട് ഉണ്ടായത് മാറ്റം ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലിൽ നമ്മൾ റൂം അടച്ചിട്ടേക്ക് പ്രിൻസിപ്പളും സാറും കൂടെ, സാറിന് അധ്യാപകരും സാറും പ്രിൻസിപ്പളും അടുത്തൊരു അധ്യാപകരും കൂടെ ഹോസ്റ്റലിൽ ചെന്ന് ഹോസ്റ്റൽ മുറിയിലാണ്. ചെന്നപ്പോഴത്തന്നെ റൂമിനകത്തേക്ക് കയറാമല്ലാത്ത രീതിയിലുള്ള സാറിൻ്റെ മുറിയിൽ. അപ്പോൾ അവരെ വിളിച്ചു, പ്രിൻസിപ്പളുടെ കാര്യം പറഞ്ഞതൊന്നും സാറ് പറഞ്ഞതൊന്നും പ്രിൻസിപ്പൾ പറഞ്ഞതൊന്നും അവർ അംഗീകരിക്കുന്നില്ല. അവരാകെ അതുപോലെ സാറ് പറഞ്ഞു സാറേ അന്ന് വരെ ഞാൻ എൻ്റെ മോനെ കണ്ടതുപോലെ അല്ല എനിക്ക് തോന്നിയത്. അന്യൊരു വ്യക്തിയായിട്ടാണ് മോനായിട്ട് എനിക്ക് പിന്നെ തോന്നുന്നില്ല. വേറെ ഏതോ ഒരു വ്യക്തി, ആരോടൊക്കെയോ ദേഷ്യവും പകയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ്. അങ്ങനെ സാറ് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് അമ്മയുടെ കൂടെയൊക്കെ ഒന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്കും ഈ പ്രശ്നങ്ങളെല്ലാം മാറും എന്ന് പറഞ്ഞിട്ട് ഈ സാറ് മോനെ
വീട്ടിലേക്ക് പോയി വീട്ടിൽ കൊണ്ടാക്കി വിടുന്ന ഇവരുടെ ഭൂമിയിനകത്ത് നമ്മൾ മദ്യം മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നവരുടെ ലക്ഷണങ്ങൾ കൊണ്ടാണ് അവരുടെ ഏകാന്തത ഒക്കെ ആവശ്യപ്പെടുന്നത്. അവർക്ക് ആവശ്യമുണ്ടാകും റൂമിനകത്ത് കയറി അടച്ചിരിക്കുക, ഒറ്റയ്ക്കിരിക്കുക, സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, വിശപ്പുണ്ടാകത്തില്ല, എന്തിനോടും വെറുപ്പ്, ഏതിനോടും കയറി എതിർക്കുവാനുള്ള ടെൻഡൻസി അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എവിടെയോടെ കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ മൂന്നാമത്തെ ദിവസം അവൻ ആ വീട്ടിൽ സ്ഥലത്ത് അപ്പൊ ഇതിനകത്ത് ഈ സമയത്ത് കാട്ടിക്കുട്ടിയ പ്രശ്നങ്ങൾ പറഞ്ഞാൽ കുട്ടി തലയിലിട്ട് കൈ കുട്ടിയോട് തലയിലിരിക്കുക, വസ്ത്രങ്ങൾ കഴുകത്തില്ല, സമയത്ത് ഭക്ഷണം കഴിക്കത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള ആകെ പ്രശ്നങ്ങളിലൂടെയാണ്. മൂന്നാമത്തെ ദിവസം അവിടെ നിന്ന് പോയപ്പോഴും അച്ഛൻ്റെ പേഴ്സും അമ്മയുടെ താലിമാലും വിളിച്ചാണ് അടിച്ചോണ്ട് പോയി ഹോസ്പിറ്റൽ. അവിടെ ചെന്നപ്പോൾ ഹോസ്പിറ്റൽ തിരക്കിയിട്ട് ഹോസ്പിറ്റൽ ചെന്നിട്ടില്ല, പിന്നെ കോളേജ് ചെന്നിട്ടില്ല, ബന്ധുവീടുകളിൽ തിരക്കി, അവിടെ എത്തി ചെന്നിട്ടില്ല. അപ്പൊ എവിടെയാണെന്ന് അറിയാം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഇൻസ്പെക്ടർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറിന്റെ മോനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തേക്കാണ്, മാല ബൈക്കിനകത്ത് പോയി മാല മോഷ്ടിച്ചു, ആ കുറ്റത്തിൽ അറസ്റ്റ് ചെയ്തേക്കും. അങ്ങനെ സാറ് അവിടെ ചെന്നപ്പോൾ അധ്യാപകനൊക്കെ ആണെന്നൊരു പരിഗണന കൊണ്ട് മറ്റേ ഇദ്ദേഹത്തിന്റെ സാറിന്റെ കരച്ചിലൊക്കെ കേട്ടിട്ട് മാല പൊട്ടിച്ച ആ സ്ത്രീ പറഞ്ഞു, അധ്യാപകന്റെ മോനല്ലേ, അപ്പൊ അത് കേസൊന്നും വന്നിട്ടാണ് പറഞ്ഞത്, സ്റ്റേഷനിൽ വെച്ച് തന്നെ സെറ്റ് ചെയ്തു. അങ്ങനെ അവനെ വീണ്ടും വീട്ടിൽ കൊണ്ടുവന്നു. രണ്ടാം ദിവസം വീട്ടിൽ പോയി. പിന്നീട് അവൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പം മോഷണമായി, വീട്ടിൽ നിന്ന് മോഷണമായി, നാട്ടിൽ നിന്ന് മോഷണമായി. പിന്നെ അവൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ വന്ന് ഈ മയക്കുമരുന്നുകൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൊണ്ടുപോകാൻ ഒരു കാരിയറായിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഉപയോഗിച്ച് അവൻ മയക്കുമരുന്ന് ഉപയോഗിച്ചു. അങ്ങനെ പൊട്ടിയിട്ട് വെച്ചിട്ടാണ് ആദ്യം എക്സൈസുകാരനെ അറസ്റ്റ് ചെയ്യുന്നത്. എക്സൈസുകാർ അറസ്റ്റ് ചെയ്യാൻ 4 പേര് ചേർന്ന് പിടിച്ചിട്ട് പോലും കുതിറിയ ഓടി അവന് പിന്നീട് 3 വർഷത്തിന് ശേഷമാണ് എക്സൈസുകാർ അറസ്റ്റ് ചെയ്യുന്നത്. ജയിലിൽ കിടന്ന് സാറിനറിയാത്ത മദ്യം മയക്കുമരുന്നൊക്കെ കൈവശം വെച്ച് കഴിഞ്ഞാൽ 6 മാസം അതിൻ്റെ അളവിനനുസരിച്ചാണ് അങ്ങനെ ശിക്ഷയ്ക്ക് ശേഷം പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ഈ ആത്മഹത്യ. അപ്പോൾ നമ്മുടെ മെട്രോ ശ്രീധരനെ പോലെ ലോകത്തിലെ ഏറ്റവും 20 എഞ്ചിനീയർമാരെടുത്താൽ അതിൽ ഒരാളാണ്, ഏറ്റവും മികച്ച 20 എഞ്ചിനീയർമാരെടുത്താൽ അതിലൊരാളാണ് മെട്രോ ശ്രീധരൻ. അതുപോലെ അല്ലെങ്കിൽ അതിലുപരിയോ കടന്നു വരേണ്ട ഒരു പയ്യനാണ് എന്താണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൊണ്ട് ഈ തരത്തിൽ ഇപ്പോൾ തന്നെ വിളിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ തീവ്രത എന്താണെന്ന് മനസ്സിലായി. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ടീച്ചറിൻ്റെ മകനാണ് സന്ദീപ് സാർ. അറിയപ്പെട്ടിട്ടുള്ള നിങ്ങൾ ഡോക്ടർ വന്ദന വധക്കേസ് നിങ്ങളൊക്കെ പത്രത്തിലൂടെ വായിച്ചതാണ്, അറിയാമോ? എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് സന്ദീപ് സാറിൻ്റെ ജ്യേഷ്ഠൻ. സന്ദീപ് സാർ എൻ്റെ സുഹൃത്താണ്. സന്ദീപ് സാറിൻ്റെ അമ്മ എൻ്റെ കൂടെയും എൻ്റെ അച്ഛൻ്റെ കൂടെയും വർക്ക് ചെയ്ത ടീച്ചറാണ്. ആ കുടുംബമായിട്ട് ഏറെ ബന്ധമുള്ള ഒരാളാണ്. ലാസ്റ്റ് ഞാൻ സന്ദീപ് സാറിനെ കാണുന്നത് എനിക്ക് നെടുമന UPSലാണ് സന്ദീപ് സാറ് പോസ്റ്റിംഗ് ആയിരുന്നു. നിലങ്കര UPSന്ന് സാറ് നെടുമന UPSയിലോട്ട് ഇത് പറഞ്ഞു നിർത്തി നമ്മൾ ഉദ്ഘാടനത്തിലേക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം പറഞ്ഞു നിർത്തിയിട്ട് നേരെ ഉദ്ഘാടനത്തിലേക്ക് നടക്കും. അപ്പോ നെടുമന UPSലാണ് സന്ദീപ് സാർ അന്ന് വർക്ക് ചെയ്തത്. സന്ദീപ് സാറ് നെടുമന UPSൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ അന്ന് എനിക്ക് 3 പ്രോഗ്രാം ഉണ്ടായിരുന്നു. നെടുമന UPSലും മണലി UPSലും പിന്നെ കുതിരച്ചിറ LPS ഈ 3 പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും ടൈമിൽ തെളിവാണ്. അപ്പോ അവിടെ ചെറിയൊരു പൈസക്കാണ് അതുകൊണ്ട് ഞങ്ങൾ 2 പേര് മാത്രമേ പോയി. ഇവിടെയൊക്കെ 4-5 പേരും ചേർന്നുള്ള പ്രോഗ്രാമായിരുന്നു. ഞങ്ങൾ 2 പേര് മാത്രം പോയി. ഈ അന്ന് എന്നെ സന്ദീപ് സാർ ഒരുപാട് സഹായിച്ചു. എൻ്റെ കണ്ണു അടിച്ചു തരാനായാലും സാധനങ്ങൾ നടത്തി വണ്ടി വെക്കാനൊക്കെ ആയിരുന്നു. സാർ എന്ന് പറയുന്നത് നല്ല മിടുക്കനായ ഒരു അധ്യാപകനായിരുന്നു സന്ദീപ് സാർ. വളരെ നന്നായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന നല്ല അധ്യാപകനാണ്. അദ്ദേഹം എന്ത് ചെയ്തു? വെള്ളത്തിൻ്റെ വഴിയിലേക്ക് മദ്യത്തിൻ്റെ വഴിയിലേക്ക് പോയി. അദ്ദേഹം മദ്യപാനം തുടങ്ങി. പക്ഷേ അന്നൊക്കെ സന്ദീപ് മഹാസാർ മദ്യപിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഞങ്ങളൊക്കെ വഴി കണ്ടു കഴിഞ്ഞു നമ്മളോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റാണ് സാർ. മദ്യപിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളോട് ഒന്നും പറയുന്നില്ല. എന്താണ് സന്ദീപ് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല സാറേ എന്ന് പറഞ്ഞ് വെടിഞ്ഞു പോവുകയാണെങ്കിൽ സന്ദീപ് കഴിച്ചിട്ടാണ്. അല്ലെങ്കിൽ നമ്മളോടൊക്കെ വളരെ കാര്യമായിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നു. വൈഫുമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒഴിച്ച് നാട്ടിൽ ഒരാളുമായിട്ടും അന്ന് വരെ യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരാളായിരുന്നു. ആരുമായിട്ടൊരു അടിയോ വഴക്കോ ഒന്നും പറഞ്ഞു കേട്ടിരുന്നു. നന്നായി മദ്യപിക്കുമായിരുന്നു. അന്ന് ഉച്ചയ്ക്ക്
ഈ സന്ദീപ് സാറാണ് ഇടയ്ക്കത്തെ കേവൻ സാറാണ്, സംസ്കൃത സാർ. അപ്പൊ കേവൻ സാറിന്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് കേവൻ സാറിനോട് പറയുന്നത് എന്നെ ആരോ കൊല്ലാൻ വരുന്നു, എന്നെ ആരോ കൊല്ലാൻ വരുന്നു. അപ്പൊ കേവൻ സാറിന്റെ മാമനെ വിളിച്ചിട്ട് ഇങ്ങനെ പ്രശ്നം പറഞ്ഞു. ചുരുക്കി പറഞ്ഞു 4 മണി 3:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് സാറിന്റെ വീട്ടിൽ സാർ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും സാറിന് ഈ ഒരു പ്രശ്നമാണ്. ഇവിടെ സാറ് തന്നെയാണ് മുമ്പ് വിളിക്കുന്നതും തിരിച്ച് ഈ മന്ത്രിയുടെ കൊലപാതകത്തിലേക്ക് എത്തുന്ന സന്ദർഭമൊക്കെ അങ്ങനത്തെ പത്രത്തിലൊക്കെ വായിച്ചു. അവിടെ നമ്മൾ ഈ മദ്യവും മയക്കുമരുന്നൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ചില വൈറ്റമിൻസുകളൊക്കെ നഷ്ടമാണ്. ആ വൈറ്റമിൻ സപ്ലിമെന്റ് കൊടുത്താണ് അതിന്റെ ചികിത്സ നടത്തുന്നത്. വൈറ്റമിൻസുകൾ തിരിച്ച് ശരീരത്തേക്ക് കൊടുത്തു കഴിഞ്ഞാണ് ഇതിന്റെ ചികിത്സകൾ നടത്തുന്നത് തന്നെ. കൗൺസിലിംഗ് ഒപ്പം വൈറ്റമിനൊക്കെ കൊടുത്തിട്ടാണ് അതിന്റെ ചികിത്സ നടത്തുന്നത്. നമ്മളെ മദ്യപിക്കുന്നവർക്ക് തിരിച്ചിത് ഒഴിവാക്കുമ്പോൾ, സാർ കുറേ നാളുകൊണ്ട് മദ്യപിക്കാറില്ലായിരുന്നു, ഒഴിവാക്കുമ്പോൾ വിത്ഡ്രാവൽ സിംറ്റം എന്ന് പറഞ്ഞൊരു സിംറ്റം വരും. നമുക്ക് എന്താ പറയുക, ചിലരൊക്കെ പറയുന്നത് അല്ലേ, അതിൽ നിന്ന് പിന്മാറുന്ന സിംറ്റം. ആ സമയത്ത് പല അത് ഉപയോഗിക്കുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയൊക്കെ രീതി അനുസരിച്ച് പല ചിന്താഗതികളാണ് ഉണ്ടാവുന്നത്. ചിലർക്ക് സ്വയം വേദനിപ്പിക്കും, മുറിവേൽപ്പിക്കുന്നവരുണ്ട്. ചിലരെന്ത് ചെയ്യും, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നവരുണ്ട് അല്ലേ. അങ്ങനെ പല രീതിയിലുള്ള വിദ്യാഭ്യാസ സിംറ്റമുണ്ട്. അദ്ദേഹത്തിന്റെ അന്ന് മയക്കുമരുന്ന് മദ്യം ഉപയോഗിച്ചിട്ടുണ്ടാവോ എന്ന് മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിച്ച് തെളിഞ്ഞിട്ടുണ്ടോ സാർ? തെളിഞ്ഞതായിട്ട് അറിയാമോ? അന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ സന്ദീപ് മദ്യപിച്ചിട്ടില്ലെന്നായിരുന്നു അല്ലേ, ഉപയോഗിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞു. നമുക്ക് സാറ് വീഡിയോ കോപ്പി ചെയ്തത് നമുക്ക് ക്യാഷിലായിട്ട് ട്രാക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമ്മൾ കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസായതുകൊണ്ടാണ്. പക്ഷെ ഒരു പക്ഷേ അത്രയും മിടുക്കനായ ഒരു അധ്യാപകൻ ആ ഒരു അവസ്ഥയിലേക്ക് പോയില്ല എങ്കിൽ രാജ്യത്തിന് ഒരു നല്ല ഡോക്ടറേയും കിട്ടിയാൽ, ഒരു അധ്യാപകനെ കിട്ടിയാൽ 2 കുടുംബങ്ങളും രക്ഷപ്പെട്ടു അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്തരം ചെറിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ആദ്യം വളരെ തമാശയായിട്ടാണ് ഇത് ഉപയോഗിച്ചത്. വളരെ കൂട്ടുകാരനെ നിർബന്ധം, കൂട്ടുകാരൻ പറയും ഇരിച്ചുകൾ കഴിക്കണം എന്ന് പറഞ്ഞ് കഴിക്കുന്നതോ ആണാണെങ്കിൽ കഴിക്കണം അല്ലേ, നീ ഒരാളാണ് തെളിയിച്ച് അങ്ങനെയൊക്കെ അത് നിർബന്ധപൂർവ്വമാണ് നമ്മൾ ഇതിനകത്തേക്ക് എത്തിപ്പെടുന്നത്. കൂട്ടുകാരുടെ നിർബന്ധം അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അനുകരണമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമാ നടൻ സിഗരറ്റ് വലിക്കുന്നത് പോലെ സിഗരറ്റ് വലിക്കണം, അങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത് വലിയ പാടുള്ള പഠിപ്പിച്ചത്. അതിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യം. ഏതായാലും നമ്മളൊരു ശീലം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഈ അടുത്ത കാലത്ത് ഞാൻ ഡോക്ടറെ അടുത്തൊക്കെ പോയി. ഡോക്ടറെ കഴിഞ്ഞ ഇച്ചിരി നടക്കുമ്പോഴൊക്കെ ശ്വാസം കൊണ്ട് വന്നപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്രശ്നമാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്ത് സാർ എന്തൊക്കെ കഴിക്കുന്നു, എക്സർസൈസ് ഉണ്ടോ, കാര്യങ്ങളൊക്കെ ചോദിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കും. അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ 30 ദോശ എന്തെങ്കിലും കാണും, അന്നേരം ഒരു ചായ അതിലൂടെ ഉണ്ടാവും. 11:00 സ്കൂളിൽ നിന്ന് ഒരു ചായ കുടിക്കും, 3:00 സ്കൂളിൽ നിന്ന് ചായ കുടിക്കും. കൊട്ടാരക്കര ചെറിയ ഷോപ്പുണ്ട്, അവിടെ ചെല്ലുമ്പോൾ കടയിലേക്ക് ആ 10 ചായ തരും. പാലധികം ഉണ്ടെങ്കിൽ വൈകിട്ട് ഒരു ചായ കുടിക്ക് തരാറുണ്ട്. തിരിച്ച് വീട്ടിൽ ചെന്ന് കുടുംബ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ 10 മണി കുടുംബ വീട്ടിൽ കയറിയിട്ടാണ് പോകുന്നത്. രാത്രി 10 മണിയായാലും അത് പണ്ടേയുള്ള ഒരു ശീലമായിട്ട് അമ്മ ചായ തരും. രാത്രി കിടന്നുറങ്ങുന്നതിന് വൈഫിന്റെ വക പാൽക്കാപ്പികളുണ്ട്. ഇത്രയും കുടിക്കുന്നതാണ് എൻ്റെ ഒരു ദിവസത്തെ ഈ ചായകളുണ്ട്. ഇടയ്ക്ക് എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ടാണ്. അപ്പൊ ഡോക്ടറിനോട് പറഞ്ഞ് സാറ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാനതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. എന്താണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്? ഹാബിറ്റ്. ആ ചായ കുടിക്കുന്നത് ഒരു ഹാബിറ്റായിട്ട് മാറി, എൻ്റെ ഒരു ഹാബിറ്റായിട്ട് മാറി. ഞാൻ അതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ഒരു ഭാഗം ഒഴിവാക്കി. അപ്പോഴെന്തുകൊണ്ട് ഈ ബിറ്റ്, ആ ശീലത്തിന്റെ ഒരു ഭാഗം എന്നോടൊപ്പം ഉണ്ട്. ഞാൻ കുറച്ചുകൂടെ മാറ്റി. അപ്പോഴും എന്തുകൊണ്ട് ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഉണ്ട്. അപ്പൊ ആ ചായ കുടിക്കുന്ന ശീലത്തിന്റെ ഒരു ഭാഗം എന്നോട് വീണ്ടും ഉണ്ട്. ഞാൻ കുറച്ചുകൂടെ മാറ്റി. അപ്പോഴും എന്തുകൊണ്ട് ബിറ്റ് എന്ന് പറയുന്നത് അത് ഏതാ, ആ ശീലം. ഏത് ശീലം? ഞാൻ തുടർന്ന് വരുന്ന ഹാബിറ്റ് ഏതായാലും അത് എന്നോടൊപ്പം ഉണ്ട്. ഞാൻ കുറച്ചുകൂടെ മാറ്റി. അപ്പോഴും എന്തുകൊണ്ട് എന്ന് പറയുന്നത് എന്താ, ചായ. അപ്പൊ ഏത് ഹാബിറ്റായാലും, ബാഡ് ഹാബിറ്റായാലും ഗുഡ് ഹാബിറ്റായാലും നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഏത് ഹാബിറ്റായാലും, ബാഡായാലും ഗുഡായാലും, അത് നമ്മുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗുഡ് ഹാബിറ്റുകൾ തുടരുക, ബാഡ് ഹാബിറ്റുകൾ അത് എങ്ങനെയായാലും മാറ്റിയെടുക്കുവാൻ ശ്രദ്ധിക്കുക.
ഭാഷ അടിക്കുക നമ്മളിലേക്ക് എത്താതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക.